പ്രശ്നം വേറെ കാര്യം. രേണുവിൻ്റെ ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. സുധീറിൻ്റെ ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സുണ്ട്, ഒത്തിരി ലേഡീസ് എല്ലാം ജെൻസാണ് ഫ്രണ്ട്സ് ഉള്ളത്. പിന്നെ അതിനെക്കൂടി ചോദിക്കാറില്ലേ. പിന്നെ ചേച്ചി പുള്ളിക്കാരി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യം പറയും. പുള്ളിക്കാരി നല്ല പറയായിരുന്നു. പുള്ളിക്കാരി ലില്ലുമാളോട് ജോലിക്ക് പോകുന്നു. സുധിച്ചേട്ടന്റെ പേരിൽ സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് നിങ്ങൾക്ക് അറിയോ? സഹായം ഒത്തിരി കിട്ടുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രം പുള്ളിക്കാരി അയക്കും, പൈസ കൊടുക്കുന്നത്. ഇപ്പം കൊടുക്കുന്നത് നിങ്ങൾ തന്നെ വോയിസ് കേട്ടല്ലോ. പുള്ളിക്കാരൻ എല്ലാം നല്ല വ്യക്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ചവറു പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലും പറയുന്നുണ്ട് പുള്ളിക്കാരൻ. എന്തൊക്കെയാണ് കാമുകനുണ്ട്, അത് മരണശേഷമാണെന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്കറിയില്ല. ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ വന്നിരിക്കും എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ കാണും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ലക്ഷ്മി നക്ഷത്രനെ കുറിച്ചും പല കാര്യങ്ങളും ഇവരിങ്ങനെ ഓരോ പോസ്റ്റും റീലും ഒക്കെ ഇടുന്നതിനെ കുറിച്ച് ഇവരോട് സംസാരിച്ചപ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്നാണ് രേണു പറയുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ കാശ് കടം ചോദിക്കുന്ന സമയത്ത് ഇവർ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി. അപ്പം നന്ദികേട് പണ്ടേ ഉള്ളതാണോ, സുധിച്ചേട്ടനിൽ നിന്ന് പകർന്നു കിട്ടിയതാണോ അതോ പണ്ടേ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നന്ദികേട് മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ഇവരുടെ കുടുംബത്തോടു കൂടിയുള്ള മെയിൻ പരിപാടിയാന്ന് പറയാം. അതുപോലെ തന്നെ പാലുകാച്ചലിനും കാര്യത്തിനുമെല്ലാം, വീടിന്റെ പാലുകാച്ചലിനും കാര്യത്തിനെല്ലാം ചേച്ചി വിളിച്ചിരുന്നു. രേണു വിളിച്ചാൽ വരാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ വീട്ടിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊല്ലം സുധിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ കഥകളും എല്ലാം പുള്ളിക്കാരൻ വന്നത്. അതുപോലെ രേണുവിനെ വലിയ ഇഷ്ടമല്ലായിരുന്നു. രേണു ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കുകയായിരുന്നു. കൊല്ലം സുധിയുടെ കാശും കാര്യങ്ങളുമൊക്കെ രേണുവാണ് ഭയങ്കര രീതിയിൽ ലാവിഷായിട്ട് ജീവിച്ചാണ് പുള്ളിക്കാരനെ കടമാക്കിയത് എന്നൊക്കെ കൊല്ലം സുധി വന്ന് പറയുമായിരുന്നു എന്നാണ് ഇയാൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇയാൾ സംസാരിക്കുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ മരണശേഷം രേണുവിന് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അതിൻ്റെ പയ്യൻ്റെ ഫോട്ടോ ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ആ പയ്യൻ്റെ ജീവിതത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ആ കാര്യം കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പം വീഡിയോ ചെയ്യുന്നുണ്ട്. അത് പ്രതീക്ഷയാണെന്ന് പറഞ്ഞ രീതിയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ പരിപാടി പലരോടും കാശ് കടം ചോദിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ 4000 രൂപയാണ് പുള്ളിക്കാരനോട് ചോദിച്ചത്. പക്ഷെ 4000 ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ സിറ്റുവേഷൻ വെച്ച്, അമ്മയുടെ അസുഖവും കാര്യം, ആ സിറ്റുവേഷൻ വെച്ച് ആ 4000 രൂപ വലുതായിരിക്കാം. അതിലുപരി പുള്ളിക്കാരൻ രേണുവിനെ പറ്റി പറഞ്ഞിട്ട് രേണു പറയുന്നത് പലതും പച്ചക്കള്ളമാണെന്നുള്ള രീതിയിൽ ഒരു കമന്റ് സെക്ഷനിൽ കമന്റ് വന്നിട്ടു. അങ്ങനെയാണ് പുള്ളിക്കാരന് പ്രശ്നമുണ്ടായി. രേണു വാകത്താനം സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും അതിന്റെ പുറകെയൊക്കെ പോവുകയും ഒക്കെ ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതൊക്കെയാണ് പുള്ളിക്കാരനുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കിയതെന്ന് തന്നെ പറയാം. അതൊക്കെ ആയിരിക്കാം ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. ഏതായാലും ഇതിലെത്ര അപ്പോൾ കിച്ചുവിന്റെ നോട്ടം കൊണ്ടാണ് വീട്ടിൽ നിർത്താത്തത് എന്നുള്ള രീതിയിൽ കിച്ചുവിന്റെ പെരുമാറ്റം, അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിന് മറുപടിയായിട്ട് രേണു തന്നെയാണ് രംഗത്ത് വരേണ്ടത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മറുപടിയായിട്ട് രേണു തന്നെയാണ് രംഗത്ത് വരേണ്ടത്. ഏതായാലും ഇതിന്റെ ബാക്കി തുടർക്കഥകൾ ഇനിയും വരും. നാളെയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രേണു സുധി അഹങ്കാരം വെച്ചിട്ട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു വിധത്തിൽ രേണു സുധി ഇതെല്ലാം ചെയ്യുന്ന സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം അല്ലേ. ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം.